SSLC, ഹയർ സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90+ മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. നമസ്കാരം, ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ ഉന്മേഷ് ശിവരാമൻ. നോക്കാം പ്രധാന വാർത്തകൾ ആദ്യം. തലശ്ശേരിയിലും ഗുരുവായൂരിലും ദേവികുളത്തും NDAക്ക് സ്ഥാനാർത്ഥികളില്ല. തലശ്ശേരിയിൽ N ഹരിദാസിന്റെ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. ദേവികുളത്തും തിരിച്ചടി. അഴീക്കോട് KM ഷാജിയുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കരുത് എന്ന LDF ആവശ്യം തള്ളി. കൊണ്ടോട്ടിയിൽ LDF പത്രിക സ്വീകരിക്കുന്നത് നീട്ടിവെച്ചു. പിറവത്ത് സിന്ധുമോൾ ജേക്കബിന് 2 ചിഹ്നം അനുവദിക്കരുതെന്ന് UDF. പാവപ്പെട്ടവർക്ക് പ്രതിമാസം 6000 രൂപ നൽകുന്ന ന്യായ് പദ്ധതിയും ശബരിമല ആചാര സംരക്ഷണത്തിന് നിയമനിർമ്മാണവും വാഗ്ദാനം ചെയ്ത് UDF പ്രകടന പത്രിക. ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കും. വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് 5 കിലോ സൗജന്യ അരി. 40 വയസ്സ് കഴിഞ്ഞ തൊഴിൽ രഹിതരായ വീട്ടമ്മമാർക്ക് പ്രതിമാസം 2000 രൂപ പെൻഷൻ നൽകുമെന്നും വാഗ്ദാനം. എലത്തൂരിലെ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ കലഹം. DCC ഓഫീസിലെ അനുനയ ചർച്ച അലങ്കോലപ്പെട്ടു. MK രാഘവൻ MP ഇറങ്ങിപ്പോയി. NCK സ്ഥാനാർത്ഥി സുൽഫിക്കർ മയൂരിയെ അംഗീകരിക്കില്ലെന്ന് MK രാഘവൻ. ഇരിക്കൂറിലെ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെന്ന് K സുധാകരൻ. തർക്കം തീർക്കാൻ കോൺഗ്രസ് നേതാക്കളുടെ ചർച്ച തുടരുന്നു. DCC അധ്യക്ഷ സ്ഥാനത്തിൽ എല്ലാവരുമായി ചർച്ച ചെയ്ത ശേഷം തീരുമാനമെന്നും K സുധാകരൻ MP. പുന്നപ്ര വയലാർ സ്മാരകത്തിലെ BJP സ്ഥാനാർത്ഥിയുടെ പുഷ്പാർച്ചന പ്രകോപനപരമെന്ന് മുഖ്യമന്ത്രി. സംഭവിച്ചത് നടക്കാൻ പാടില്ലാത്ത കാര്യം. ചരിത്രത്തോട് BJPക്ക് നിഷേധാത്മക നിലപാടെന്ന് A വിജയരാഘവൻ. രക്തസാക്ഷികളെ അപമാനിച്ചിട്ടില്ലെന്നും സ്മാരകത്തിൽ അതിക്രമിച്ച് കയറിയിട്ടില്ലെന്നും BJP സ്ഥാനാർത്ഥി. M ശിവശങ്കറുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീം കോടതിയിൽ. M ശിവശങ്കർ ജാമ്യം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ED. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വ്യാജ തെളിവുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപണം. ED ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തതിൽ അന്വേഷണവുമായി മുന്നോട്ടു പോകുമെന്ന് കേന്ദ്ര ധനകാര്യ സഹമന്ത്രി. സത്യം പുറത്തുവരാൻ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്നും അനുരാഗ് ഠാക്കൂർ. ഐഫോൺ വിവാദത്തിൽ വിനോദിനി ബാലകൃഷ്ണന് കസ്റ്റംസ് വീണ്ടും നോട്ടീസ് അയച്ചു. കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരായ നിയമ നടപടികൾ തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിനെതിരെ കേന്ദ്ര ഏജൻസികൾ നിയമവിരുദ്ധമായ നീക്കം നടത്തി. ഉദ്യോഗസ്ഥരുടെ ഫോൺ കോളുകളടക്കം പരിശോധിച്ച് നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി. 24 എക്സ്ക്ലൂസീവ്. ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണച്ച് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. വിധി വന്ന ശേഷം വിശ്വാസികൾ അടക്കമുള്ളവരുടെ അഭിപ്രായം തേടുമെന്ന് സീതാറാം യെച്ചൂരി 24നോട്. പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമില്ല. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രകോപനപരമായി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. ബംഗാളിലെ കോൺഗ്രസ് CPIM സഖ്യത്തെ വിമർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷ്. കേരളത്തിൽ ചേരിതിരിഞ്ഞും ബംഗാളിൽ ഒന്നിച്ചും മത്സരിക്കുന്നത് അസ്തിത്വമില്ലായ്മയെന്ന് ദിലീപ് ഘോഷ് 24നോട്. മമതാ ബാനർജിയെ പിന്തുണയ്ക്കാൻ തയ്യാറെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പ്രധാനമന്ത്രിയുടെ ബംഗാൾ റാലികൾ തുടരുന്നു. രാഹുൽ ഗാന്ധി അസമിൽ. കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കും. കേരള കർണാടക അതിർത്തിയിൽ നിയന്ത്രണത്തിനിളവ്. തലപ്പാടിയിൽ ഇന്ന് കോവിഡ് സർട്ടിഫിക്കറ്റ് പരിശോധനയില്ല. സംസ്ഥാനങ്ങൾ അതിർത്തികൾ അടയ്ക്കാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിന്റെ ആശങ്ക കണക്കിലെടുക്കുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായൺ 24നോട്. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ കാണാം. കേരള ബാറ്റ്. കടകംപള്ളി സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകളിൽ കരിയോയിൽ ഒഴിച്ചു. പാങ്ങപ്പാറ കുറ്റിച്ചൽ ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകളിലാണ് കരിയോയിൽ ഒഴിച്ചത്. ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിക്കാൻ ശ്രമം. സംഭവം ഇന്നലെ രാത്രിയോടെ. പോലീസിൽ പരാതി നൽകുമെന്ന് CPI. ശബരിമല വിഷയത്തിൽ ചിലർ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് CPIM നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. ഇന്ത്യ ഉൾപ്പെടെ ലോകത്തൊരിടത്തും വിശ്വാസികളുടെ വിശ്വാസത്തെ ഇടതു പാർട്ടികൾ ചോദ്യം ചെയ്തിട്ടില്ല. NSSന്റേത് അവസരവാദ നിലപാടല്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ. ശബരിമലയെക്കുറിച്ച് LDF പ്രകടന പത്രികയിൽ പറയാത്തത് ഭീരുത്വമെന്ന് നേമത്തെ BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ. ശബരിമല തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാണ്. ഇടത് വലതു മുന്നണികൾ ഭരിക്കുമ്പോൾ ശബരിമലയെ അവഗണിച്ചു. നേമത്തെ BJP കോൺഗ്രസ് ബാന്ധവുമെന്ന ആരോപണം. മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പെന്നും കുമ്മനം രാജശേഖരൻ. മലപ്പുറത്ത് LDFനെതിരെ പേയ്മെന്റ് സീറ്റ് ആരോപണവുമായി BJP. പിണറായി വിജയൻ മണ്ഡലങ്ങൾ പണച്ചാക്കുകൾക്ക് വിൽക്കുന്നു. മലപ്പുറം പെരിന്തൽമണ്ണയിലും കൊണ്ടോട്ടിയിലും നിലമ്പൂരും താനൂരും സീറ്റ് വിറ്റെന്ന് AP അബ്ദുള്ളക്കുട്ടി.
കോൺഗ്രസിന്റെയും ലീഗിന്റെയും വോട്ട് പിടിച്ച് നിലമ്പൂരിൽ വിജയം നേടുമെന്ന് LDF സ്ഥാനാർത്ഥി PV അൻവർ. യഥാർത്ഥ കോൺഗ്രസുകാരും ലീഗുകാരും തനിക്കൊപ്പം. മണ്ഡലത്തിൽ BJP കോൺഗ്രസ് സഖ്യമെന്നും PV അൻവർ. ഉമ്മൻചാണ്ടിയുടെ മരുമകൻ വർഗീസ് ജോർജ് 2020-ൽ യൂത്ത് വിംഗ് കോർഡിനേറ്റർ ചുമതലയാണ് വർഗീസ് ജോർജ് ഏറ്റെടുത്തത്. അഡ്വൈസറി കമ്മിറ്റി അംഗമായും പ്രവർത്തിക്കും. നടനും സംവിധായകനുമായ ലാലും 2020-ൽ ചേർന്നു. ലാലിന്റെ മരുമകൻ അലൻ ആന്റണി യൂത്ത് വിംഗ് പ്രസിഡന്റ്. പാലക്കാട്ട് BJP സ്ഥാനാർത്ഥി E ശ്രീധരനെ കാൽ കഴുകി സ്വീകരിച്ചത് അപമാനകരമെന്ന് ബിനോയ് വിശ്വം MP. സ്ഥാനാർത്ഥിയുടെ കാൽ കഴുകിക്കുന്ന സംസ്കാരം ഇന്ത്യക്ക് അപമാനമെന്നും CPI നേതാവ്. വിമർശിക്കുന്നത് സംസ്കാരം അറിയാത്തവരെന്ന് E ശ്രീധരൻ. ദേശീയ വാർത്തകൾ. രാജ്യത്തെ കോവിഡ് കേസുകളിൽ വീണ്ടും വർധന. 24 മണിക്കൂറിനിടെ 40,953 കോവിഡ് കേസുകളും 188 മരണവും. 23,653 പേർക്ക് രോഗമുക്തി. പശ്ചിമ ബംഗാളിലെ നന്ദിഗ്രാമിൽ പത്രിക തള്ളലിന്റെ പേരിൽ പുതിയ പോര്. കേസ് വിവരങ്ങൾ മറച്ചുവെച്ചതിനാൽ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്ന് BJP. എതിരാളി സുവേന്ദു അധികാരിക്ക് 2 വോട്ടുള്ളതിനാൽ പത്രിക തള്ളണമെന്ന് തൃണമൂൽ കോൺഗ്രസ്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 191 സ്ഥാനാർത്ഥികളിൽ 48 പേർ ക്രിമിനൽ കേസുകളിൽപ്പെട്ടവരെന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ്. 12 സ്ഥാനാർത്ഥികൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ പ്രതികളെന്നും റിപ്പോർട്ട്. പൂനെയിലെ സർക്കാർ സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് പകരമെത്തിയത് കാലിത്തീറ്റ. സംഭവം ദൗർഭാഗ്യകരമെന്ന് പുനെ മേയർ മുരളീധർ മൊഹോൽ. സ്റ്റോറിൽ നടത്തിയ പരിശോധനയിൽ ന്യൂട്രിറിച്ച് പശു ആഹാരം ആലേഖനം ചെയ്ത ചാക്ക് കണ്ടെത്തി. ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തിയ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയ്ഡ് ജെ ഓസ്റ്റിൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ രംഗത്ത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം തുടരാൻ തീരുമാനം. റേഷൻ വിതരണത്തിൽ അടിയന്തര യോഗം വിളിച്ച് ഡൽഹി സർക്കാർ. യോഗം വീട്ടുപടിക്കൽ റേഷൻ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിൽ പദ്ധതി തുടങ്ങാനിരുന്നത് ഈ വ്യാഴാഴ്ച. മധ്യപ്രദേശിലെ ഇൻഡോർ, ഭോപ്പാൽ, ജബൽപൂർ എന്നിവിടങ്ങളിൽ നാളെ മുതൽ ലോക്ക്ഡൌൺ. 3 നഗരങ്ങളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മാസം 31 വരെ തുറക്കില്ല. നടപടി കോവിഡ് വ്യാപന സാഹചര്യത്തിൽ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രകടന പത്രിക പുറത്തിറക്കാനൊരുങ്ങി BJP. നീക്കം AIADMKയുമായി സഖ്യം തുടരുന്നതിനിടെ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് നടപ്പാക്കാനിരിക്കുന്ന പദ്ധതികൾക്ക് ഊന്നൽ നൽകിയായിരിക്കും പ്രകടന പത്രിക. BJP MPമാർക്ക് മറ്റന്നാൾ ലോക്സഭയിൽ ഹാജരാകാൻ പാർട്ടി വിപ്പ്. പ്രാധാന്യമുള്ള ബില്ലുകൾ കേന്ദ്ര സർക്കാർ സഭയിൽ അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വിപ്പ് നൽകിയത്. ഇൻഷുറൻസ് ബിൽ ഈ മാസം 23-ന് ലോക്സഭ പരിഗണിക്കും. ഇൻഷുറൻസ് മേഖലയിൽ വിദേശത്തുനിന്ന് നേരിട്ടുള്ള മുതൽ മുടക്ക് 74% വരെ അനുവദിക്കാനാകും. ബിൽ കഴിഞ്ഞ ദിവസം രാജ്യസഭ പാസാക്കിയിരുന്നു. സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ല. അസമിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി MP. ദേശീയ തലത്തിൽ അധികാരം നേടാനായാൽ ഒരു സംസ്ഥാനത്ത് പോലും CAA നടപ്പാക്കില്ലെന്നും വാഗ്ദാനം. പ്രസ്താവന ലഹോവൽ കോളേജിൽ നടത്തിയ പ്രസംഗത്തിനിടെ. പഞ്ചാബിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മാസം 31 വരെ അടച്ചിടാൻ തീരുമാനം. എല്ലാ പരീക്ഷകളും നീട്ടിവെച്ചു. തീരുമാനം സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയർന്ന സാഹചര്യത്തിൽ. ബംഗളൂരുവിൽ ഭാഗിക ലോക്ക്ഡൌൺ ഏർപ്പെടുത്താൻ സാധ്യത. തീരുമാനം നഗരത്തിലെ കണ്ടെയ്ൻമെന്റ് സോണുകളുടെ എണ്ണത്തിൽ വർധന രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ജനങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ബംഗളൂരു മുനിസിപ്പൽ കമ്മീഷണർ N മഞ്ജുനാഥ് പ്രസാദ്. ഡൽഹിയിൽ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ രാത്രി 9 വരെ പ്രവർത്തിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിൻ. ഉത്തരവ് ഈ മാസം 22 മുതൽ പ്രാബല്യത്തിൽ. രാജസ്ഥാനിലെ ചിത്തോഡ്ഗഡ് ജില്ലയിൽ പാചകവാതക ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഒരു കുടുംബത്തിലെ 3 പേർ മരിച്ചു. 4 പേരെ ഗുരുതരമായ പരിക്കുകളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ത്യൻ ടെക്നോമെറ്റൽ കമ്പനിക്കെതിരെ 555 കോടി രൂപയുടെ അഴിമതി കേസ് ഫയൽ ചെയ്ത് CBI. നടപടി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ. വ്യാജരേഖകളിലൂടെ വായ്പാ സൗകര്യങ്ങൾ സ്വീകരിച്ചെന്നാണ് പരാതി. രാജ്യത്ത് ആഭ്യന്തര വിമാന സർവീസുകളുടെ മിനിമം നിരക്ക് 5% വർദ്ധിപ്പിക്കാൻ കേന്ദ്രം. വർധന അടുത്ത മാസം അവസാനം വരെ. ആഭ്യന്തര വിമാനയാത്രാ നിരക്ക് വർദ്ധിപ്പിക്കുന്നത് ഒരു മാസത്തിനിടെ ഇത് 2ാം തവണ.
പെൺകുട്ടികൾ ജീൻസ് ധരിക്കുന്നത് സംബന്ധിച്ച വിവാദ പരാമർശത്തിൽ ക്ഷമ ചോദിച്ച് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി തിരാജ് സിംഗ് റാവത്ത്. ജീൻസ് ധരിക്കുന്നതിനോട് തനിക്ക് എതിർപ്പില്ല, കീറിയ ജീൻസ് ധരിക്കുന്നത് ശരിയല്ലെന്ന് തിരാജ് സിംഗ് റാവത്ത് ആവർത്തിച്ചു. പൊതുസ്ഥലത്തെ ഹോളി ആഘോഷം വിലക്കി ഒഡീഷ സർക്കാർ. ഹോളി 28-29 തീയതികളിൽ കോവിഡ് നിരക്ക് കൂടിയ സാഹചര്യത്തിൽ ആഘോഷം വീടുകളിൽ ഒതുക്കണമെന്നും സർക്കാർ. 1188 കോടി രൂപയുടെ മിസൈൽ നിർമ്മാണ കരാറിന് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായി ധാരണയായതായി പ്രതിരോധ മന്ത്രാലയം. 4960 മിസൈലുകളാണ് നിർമ്മിക്കുന്നത്. 1850 മീറ്റർ ദൂരപരിധിയുള്ളതാണ് പുതിയ മിസൈലുകൾ. ഡൽഹി ലക്നൌ ശതാബ്ദി എക്സ്പ്രസിൽ തീപിടുത്തം. ട്രെയിനിന്റെ അവസാന ബോഗിയിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. ബോഗി മാറ്റി യാത്ര തുടർന്നു. ജമ്മു കാശ്മീരിലെ ഉദ്ധംപൂരിൽ 300 കിലോ മയക്കുമരുന്നുമായി 2 പേർ അറസ്റ്റിൽ. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് മയക്കുമരുന്ന് സംഘം പോലീസിന്റെ പിടിയിലായത്. പ്രതികളിൽ നിന്ന് 5 ലക്ഷം രൂപയും പിടികൂടി. അന്താരാഷ്ട്ര വാർത്തകൾ. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 12,28,98,000 ഉയർന്നു. ഒരിടവേളയ്ക്ക് ശേഷം കോവിഡ് കേസുകൾ വീണ്ടും ഉയരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ. നെതർലൻഡ്സിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ തീരുമാനം. ബാറുകളും റെസ്റ്റോറന്റുകളും അടച്ചിടും. രാത്രികാല കർഫ്യൂ തുടരും. തീരുമാനം രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. യൂറോപ്യൻ യൂണിയൻ അനുമതി നൽകിയാൽ റഷ്യയുടെ സ്പുട്നിക് വാക്സിൻ രാജ്യത്ത് വിതരണം ചെയ്യുമെന്ന് ജർമ്മൻ ചാൻസലർ ആംഗല മെർക്കൽ. ആവശ്യത്തിന് വാക്സിൻ ലഭ്യമാക്കും. അനുമതി ലഭിച്ചില്ലെങ്കിൽ പുതിയ മാർഗം തേടുമെന്നും ജർമ്മൻ ചാൻസലർ. ലോകത്തിലെ ഏറ്റവും സന്തോഷഭരിതമായ രാജ്യമായി ഫിൻലൻഡിനെ തെരഞ്ഞെടുത്ത് ഐക്യരാഷ്ട്രസഭ. ഫിൻലൻഡിന് നേട്ടം തുടർച്ചയായ 4ാം തവണ. ന്യൂസിലാൻഡിൽ കത്തിയാക്രമണത്തിൽ 2 മരണം, ഒരാൾക്ക് ഗുരുതര പരിക്ക്. ആക്രമണമുണ്ടായത് ഓക്ലൻഡിൽ. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ചൈനയുമായി നടത്തിയ നയതന്ത്ര ചർച്ച ഫലപ്രദമായിരുന്നുവെന്ന് അമേരിക്ക. വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിടില്ല. ജോ ബൈഡൻ അധികാരത്തിലേറിയതിനു ശേഷം ആദ്യമായി ചൈനയുമായി ചർച്ച നടത്തിയത് വെള്ളിയാഴ്ച. ഓസ്ട്രേലിയയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കം. നോർത്തേൺ സിഡ്നിയിൽ നിന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 2013-ലുണ്ടായ വെള്ളപ്പൊക്കത്തേക്കാൾ ഗുരുതര സാഹചര്യമെന്ന മുന്നറിയിപ്പ് നൽകി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ്. കാനഡ മെക്സിക്കോ അതിർത്തിയിലൂടെയുള്ള യാത്രാ നിയന്ത്രണം ഏപ്രിൽ 21 വരെ നീട്ടി US. അവശ്യ സർവീസുകൾക്ക് പ്രവേശനം അനുവദിക്കും. നടപടി കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി. മ്യാൻമാർ സൈനിക നേതാക്കൾക്ക് ഉപരോധം ഏർപ്പെടുത്താനൊരുങ്ങി യൂറോപ്യൻ യൂണിയൻ. 11 ഉദ്യോഗസ്ഥർക്കെതിരായ ഉപരോധത്തിൽ തിങ്കളാഴ്ച അന്തിമ തീരുമാനമെടുക്കും. സൈന്യത്തിന് പണവും ആയുധങ്ങളും ലഭ്യമാക്കരുതെന്ന് ലോക നേതാക്കൾ. മ്യാൻമാർ കലാപം റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് സൈന്യം. മിസ്മ ന്യൂസ് റിപ്പോർട്ടറെയും BBC മാധ്യമപ്രവർത്തകനെയും അറസ്റ്റ് ചെയ്തു. ഐസ്ലൻഡിന്റെ തലസ്ഥാനമായ റെയ്ക്ജാവിക്കിൽ അഗ്നിപർവ്വത സ്ഫോടനം. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ മേഖലയിലുണ്ടായത് 50,000-ലധികം ഭൂചലനങ്ങൾ. മുൻ ബഹിരാകാശ സഞ്ചാരി ബിൽ നെൽസനെ നാസ മേധാവിയായി ശുപാർശ ചെയ്യാനൊരുങ്ങി US പ്രസിഡന്റ് ജോ ബൈഡൻ. 2001 മുതൽ 2019 വരെ നെൽസൺ സെനറ്ററായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ചൈനയിലെ മിലിറ്ററി കോംപ്ലക്സുകളിലും ഹൗസിംഗ് കോമ്പൗണ്ടുകളിലും ടെസ്ല കാറുകൾ പാർക്ക് ചെയ്യുന്നതിന് വിലക്ക്. നടപടി ടെസ്ല കാറുകളിലെ ക്യാമറകൾ വഴി വിവരച്ചോർച്ച ഉണ്ടായേക്കാമെന്ന ആശങ്കയിൽ. ചൈനീസ് മിലിറ്ററിയുടെ ആരോപണം തള്ളി ടെസ്ല മേധാവി ഇലോൺ മസ്ക്. ചൈനയിലോ മറ്റ് എവിടെയെങ്കിലുമോ ടെസ്ല കാറുകൾ വഴി രഹസ്യമായി വിവരങ്ങൾ ശേഖരിക്കപ്പെട്ടാൽ കമ്പനിയുടെ പ്രവർത്തനം നിർത്തുമെന്ന് ഇലോൺ മസ്ക്. കാറുകളിലെ ഇൻബിൽറ്റ് ക്യാമറകൾ വിവരശേഖരണം നടത്താനായി ഉപയോഗിച്ചിട്ടില്ലെന്നും വിശദീകരണം. വിമാനത്തിലേക്ക് കയറുമ്പോൾ കാലിടറി വീണ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലെന്നും സുഖമായിരിക്കുന്നുവെന്നും വൈറ്റ് ഹൌസ് വക്താവ് കാൻ പിയറി. അറ്റ്ലാന്റയിലേക്ക് യാത്ര തിരിച്ച ബൈഡൻ എയർഫോഴ്സ് 1 വിമാനത്തിലേക്ക് കയറുമ്പോൾ കാലിടറി വീണത് 3 തവണ. സ്ത്രീ സംരക്ഷണത്തിനായി അന്താരാഷ്ട്ര തലത്തിൽ തയ്യാറാക്കിയ യൂറോപ്യൻ കരാറിൽ നിന്ന് പിന്മാറി തുർക്കി. പിന്മാറ്റത്തിന്റെ കാരണം വ്യക്തമല്ല. തുർക്കിയിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിൽ സർക്കാർ വിമർശനം നേരിട്ടിരുന്നു.
അറസ്റ്റിലായ മുൻ ബൊളീവിയൻ പ്രസിഡന്റ് ജിയാനിൻ അനസിനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചു കോടതി. ആരോഗ്യനിലയിൽ ആശങ്കയെന്ന് അഭിഭാഷകൻ കോടതിയിൽ. അനസിനെ അറസ്റ്റ് ചെയ്തത് 2019 പ്രസിഡന്റ് ഇവോ മൊറാലിസിനെ പുറത്താക്കിയ അട്ടിമറിക്ക് നേതൃത്വം നൽകിയതിന്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. നേമത്തെ MLA കൂടിയായ O രാജഗോപാൽ പറഞ്ഞത് കോൺഗ്രസുകാർ തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ തനിക്ക് വോട്ട് ചെയ്തിട്ടില്ല, കോൺഗ്രസുകാർ വോട്ട് ചെയ്തതുകൊണ്ടാണ് ഞാൻ ജയിച്ചത്. അപ്പോ കോൺഗ്രസ് BJP കൂട്ടുകെട്ടിന്റെ ഗുണഭോക്താവായ BJP നേതാവ് 5 വർഷം മുമ്പ് നടന്ന കൂട്ടുകെട്ടിനെ കുറിച്ച് ഇന്ന് വെളിപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ തീർച്ചയായും തലശ്ശേരിയും ധർമ്മടവും ഇപ്പോ BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു അന്തർധാരയാണ് മറനീക്കി പുറത്തു വരുന്നത്. ഇതിന്റെ കൂടെ വേണം KPCC വർക്കിംഗ് പ്രസിഡന്റ് പങ്കെടുക്കുന്നതായ ഒരു പരിപാടിയുടെ നോട്ടീസും വാർത്തയും പുറത്തു വന്നു. അത് ഹനുമാന സേനയുടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ KPCC വർക്കിംഗ് പ്രസിഡന്റ് പോവുകയാണ്. നേരത്തെ ഒരു ചാനലിന് അഭിമുഖം കൊടുത്തപ്പോ BJPയിലേക്ക് ഇപ്പൊ പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹനുമാന സേനയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഹനുമാന സേനക്കാർ ക്ഷണിച്ചപ്പോ പങ്കെടുക്കുമെന്ന നിലയിൽ വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിൽ നേരാമണ്ണ് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കഴിയാത്തവ രഹസ്യ അന്തർധാര പരസ്യമായി മറനീക്കി BJP കോൺഗ്രസ് ലീഗ് കൂട്ടുകെട്ടിലേക്ക് എത്തുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഇവരെല്ലാം ഒന്നിച്ച് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വന്നാലും ജനഹിതം വീണ്ടും കേരളം ഇടതുപക്ഷം ഭരിക്കണമെന്നാണ്. അത് ഒരു തുടർ ഭരണം കേരളത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നത് വ്യക്തമാക്കുന്നതാണ്. അത് ഇടതുപക്ഷത്തിന്റെ ഭരണമായിരിക്കും. ഈ ഗുരുവായൂരിൽ ഇതേ ഇതുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും KLA ഖാദർ മത്സരിക്കുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ ലീഗിന്റെ. അവിടെ ഇത്തരത്തിലൊരു ധാരണയുടെ പുറത്താണ് എന്ന് ഒരു ആരോപണം CPM-നുണ്ടോ? അല്ല, ഗുരുവായൂരിലെ സാഹചര്യം എന്താണെന്നുള്ളത് അവിടെ ഒന്ന് പരിശോധിക്കണം. ഇവിടെയുള്ള 2-3 മണ്ഡലങ്ങളിലെ സംഭവങ്ങൾ, തുടർന്ന് BJPയുടെ ചില പരിപാടികളിൽ പങ്കെടുക്കാനുള്ള കോൺഗ്രസുകാരുടെ പോക്ക്, ഇതെല്ലാം കൂട്ടിച്ചേർത്താണ് ഞാൻ കണ്ണൂർ ജില്ലയിലെ കാര്യങ്ങൾ പറയുന്നത്. അഴീക്കോട് ഷാജിയുടെ പത്രം ഇപ്പം സ്വീകരിച്ചു തർക്കത്തിനൊടുവിൽ. അതിനെ നമ്മളെങ്ങനെയാണ് കാണുന്നത്? അത് നിയമ ഷാജി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അയോഗ്യനാണ് എന്ന് ഹൈക്കോടതി വ്യക്തമായ വിധി നിലവിലുള്ളതാണ്. ഹൈക്കോടതിയുടെ വിധിന്യായത്തിലെ ഈ ഭാഗം സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടില്ല. സുപ്രീം കോടതി ചെയ്ത ഏക കാര്യം ഷാജി കൊടുത്ത കണ്ണൂരിൽ UDF BJP ധാരണയെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. വീണ്ടും ഹണ്ട ന്യൂസിലേക്ക്. ലിബിയയിലെ ബെൻഗാസി മേഖലയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച പ്രസിഡന്റ് അബ്ദുൽ ഹമീദ്. വെടിയേറ്റ് മരിച്ച നിലയിൽ 12 പേരുടെ മൃതദേഹം കണ്ടെത്തിയത് വിമത നേതാവ് ഖലീഫ ഹഫ്താറിന്റെ ശക്തി കേന്ദ്രത്തിന് സമീപം. ലോകത്താദ്യമായി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും ഭൂമിയുടെ ഉപരിതലത്തിലെ താഴെത്തട്ടും പരിവേഷണം ചെയ്ത നേട്ടം അമേരിക്കൻ പൗരൻ റിച്ചാർഡ് ഗാരിയറ്റിന്. വീഡിയോ ഗെയിം ഡെവലപ്പറും വ്യവസായിയുമാണ് റിച്ചാർഡ്. സ്പോർട്സ് വാർത്തകൾ. ഇന്ത്യ ഇംഗ്ലണ്ട് നിർണായക 2020 ഇന്ന്. മത്സരം വൈകിട്ട് 7 മണിക്ക് അഹമ്മദാബാദിൽ. ഇരു ടീമുകളും 2 മത്സരങ്ങൾ ജയിച്ച ഒപ്പത്തിനൊപ്പം. ജയിക്കുന്നവർക്ക് പരമ്പര. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ഓൾ ഇംഗ്ലണ്ട് ഓപ്പൺ ചാമ്പ്യൻഷിപ്പിന്റെ സെമിഫൈനലിൽ. ക്വാർട്ടർ ഫൈനലിൽ മുൻ ലോക 1-ാം നമ്പർ താരം അക്കാനെ യമഗുച്ചിയെ പരാജയപ്പെടുത്തി. സെമിഫൈനലിൽ 6-ാം സീഡ് തായ് താരം പോൺപാവി ചൊച്ചുവോങ്ങാണ് സിന്ധുവിന്റെ എതിരാളി.
FA കപ്പിൽ ഇന്ന് എവർട്ടൺ മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടം. പോയിന്റ് പട്ടികയിൽ എവർട്ടൺ 5-ാം സ്ഥാനത്തും മാഞ്ചസ്റ്റർ സിറ്റി 7-ാമതും. ലാലിഗയിൽ ഇന്ന് റയൽ മാഡ്രിഡ് സെൽറ്റ വിഗോ പോരാട്ടം. മറ്റൊരു മത്സരത്തിൽ അത്ലറ്റിക്കോ ബിൽബാവോ ഐബർ FC നേരിടും. ജില്ലാ വാർത്തകൾ. ഓൺലൈൻ പെൺവാണിഭത്തിന്റെ കണ്ണികളായ 4 പേർ തിരുവനന്തപുരത്ത് അറസ്റ്റിൽ. പിടിയിലായവരിൽ 2 സ്ത്രീകളും. കുടപ്പനക്കുന്ന് കേന്ദ്രീകരിച്ച് വീട് വാടകയ്ക്കെടുത്തായിരുന്നു പെൺവാണിഭം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭിന്നശേഷിക്കാരന്റെ ആത്മഹത്യാശ്രമം. ജിമോൻ എന്ന യുവാവാണ് സമരത്തിനിടെ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ജിമോനെ ആശുപത്രിയിലേക്ക് മാറ്റി. SNDP യോഗത്തിന്റെ നിലവിലെ ഭാരവാഹികൾ ചുമതലകൾ ഒഴിയണമെന്ന് SNDP യോഗം വിമോചന സമരസമിതി. പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് മുൻ ബീനച്ചൽ യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാർ. വിമോചന സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് R അജന്തകുമാർ അധ്യക്ഷനായിരുന്നു. നടപ്പാതയിലെ സ്ലാബ് ഇടിഞ്ഞ സ്ഥാനാർത്ഥി കുഴിയിൽ വീണു. ആറ്റിങ്ങൽ ഇടത് സ്ഥാനാർത്ഥി OS അംബികയ്ക്ക് പരിക്ക്. സംഭവം കാലേറ്റ് ജംഗ്ഷനിൽ പ്രചാരണത്തിനിടെ. കൊല്ലം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലന ക്ലാസ് നാളെയും നടക്കും. സാങ്കേതിക കാരണങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നവർക്കുള്ള പരിശീലനമാണ് നാളെ. രാവിലെ 10-ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് പരിശീലനം. കൊല്ലം കടക്കലിൽ ടിപ്പറും ഓട്ടോയും കൂട്ടിയിടിച്ച് 2 മരണം. കടക്കൽ കാഞ്ഞിരത്തുമൂട് വളവിലാണ് സംഭവം. ചിത്ര സ്വദേശികളായ അരുൺ, സുനിൽ എന്നിവരാണ് മരിച്ചത്. പത്തനംതിട്ട ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംതൃപ്തി. ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് നിരീക്ഷകർ ഇക്കാര്യം വ്യക്തമാക്കിയത്. കേരള ജൂനിയർ ഗേൾസ് ഹോക്കി ടീമിന്റെ സംസ്ഥാന പരിശീലനത്തിന് തുടക്കം. അടുത്ത മാസം 3 മുതൽ 12 വരെയുള്ള ദേശീയ മത്സരത്തിനുള്ള ടീമിനെ ക്യാമ്പിൽ നിന്ന് തെരഞ്ഞെടുക്കും. ഉദ്ഘാടനം നിർവഹിച്ച് പത്തനംതിട്ട ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് K അനിൽകുമാർ. തോട്ടപ്പള്ളി സ്പിൽവേ ഷട്ടർ നവീകരണത്തിനുള്ള കരാർ ജലവിഭവ വകുപ്പ് റദ്ദാക്കി. കരാറെടുത്ത കൊച്ചിയിലെ ഏജൻസി 285 ദിവസം കഴിഞ്ഞിട്ടും ജോലി തുടങ്ങാത്തതിനെ തുടർന്നാണ് തീരുമാനം. കോട്ടയം ജില്ലയിലെ പൊൻകുന്നത്ത് നിന്ന് വ്യാജമദ്യവും കോടയും വാറ്റുപകരണങ്ങളുമായി 2 പേർ പിടിയിൽ. അറസ്റ്റിലായത് നാരായണത്തോട് സ്വദേശികളായ സജികുമാർ, അജികുമാർ എന്നിവർ. പരിശോധന നടന്നത് ജില്ലാ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഡോക്യുമെന്ററി തയ്യാറാക്കി കോട്ടയം ജില്ലാ ഭരണകൂടം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വയോജനങ്ങൾ, ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർ, കോവിഡ് ബാധിതർ തുടങ്ങിയവർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഡോക്യുമെന്ററിയുടെ ഉള്ളടക്കം. ഇടുക്കി ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC എക്സിക്യൂട്ടീവ് അംഗവുമായ ശ്രീമന്ദിരം ശശികുമാർ നിര്യാതനായി. കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്നു. എറണാകുളം ജില്ലയിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം നാളെ നടക്കും. കാക്കനാട് കുഴിക്കാട്ടുമൂലയിലുള്ള കേന്ദ്രത്തിൽ നിന്നും രാവിലെ 8 മണി മുതലാണ് വിതരണം. റാൻഡമൈസേഷൻ നടത്തിയ പട്ടിക പ്രകാരമാണ് വിവിധ നിയോജക മണ്ഡലങ്ങളിലേക്ക് വോട്ടിംഗ് യന്ത്രങ്ങൾ കൈമാറുന്നത്. ലക്ഷദ്വീപിലെ പെരുമാൾ പാർക്ക് ദ്വീപിൽ നിന്ന് കടൽ വെള്ളരി പിടികൂടിയ സംഭവത്തിൽ കസ്റ്റംസ് അന്വേഷണം. 5.5 കോടി രൂപയുടെ കടൽ വെള്ളരി പിടികൂടിയത് കഴിഞ്ഞ ദിവസം. അമിനി ദ്വീപിൽ ജയിലിൽ കഴിയുന്ന പ്രതികളെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് കോടതിയെ സമീപിക്കും. പാലക്കാട് ടൗൺ നരികുത്തി ഭാഗങ്ങളിൽ എക്സൈസിന്റെ മിന്നൽ പരിശോധന. 600 ഗ്രാം കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പേഴിക്കര സ്വദേശി തൗഫീഖാണ് പിടിയിലായത്. ശ്രീകൃഷ്ണപുരം മണ്ണമ്പട്ടിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മഠത്തിൽ പള്ളിയാൽ ശ്രീകുമാറിനെയാണ് കനാലിൽ മരിച്ച നിലയിൽ കണ്ടത്. വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ ശ്രീകുമാറിനെ കാണാനില്ലായിരുന്നു. പെരിന്തൽമണ്ണയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതിക്ക് 10 വർഷം തടവും 40,000 രൂപ പിഴയും. വേങ്ങൂർ സ്വദേശി മുജീബിനാണ് പെരിന്തൽമണ്ണ അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. മലപ്പുറം ജില്ലയിലെ പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സൗകര്യം ഏർപ്പെടുത്തും. സൗകര്യമൊരുക്കുന്നത് ജില്ലയിലെ 2100 ബൂത്തുകളിൽ. 70 പോളിംഗ് ബൂത്തുകളിൽ വീഡിയോഗ്രാഫി സൗകര്യം ഏർപ്പെടുത്തും. 1 കോടിയോളം രൂപ വില വരുന്ന മയക്കുമരുന്നുമായി യുവാക്കൾ പിടിയിൽ. കിണാശ്ശേരി സ്വദേശി അബ്ദുൽ നാസർ, ചെറുവണ്ണൂർ സ്വദേശി ഫർഹാൻ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്ന് 310 ഗ്രാം MDMA-യും 1.25 കിലോ കഞ്ചാവും പിടികൂടി. കോഴിക്കോട് പയ്യോളിയിൽ 6 വയസ്സുകാരന് ഷിഗല്ല. കുടുംബാംഗങ്ങൾക്കും സമീപ വീടുകളിലുള്ളവർക്കും രോഗം കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ്. പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം. കോഴിക്കോട് കുന്നമംഗലം അഗസ്ത്യമൂഴി NIT റോഡിൽ ഈ മാസം 22 മുതൽ ഗതാഗത നിയന്ത്രണം. നടപടി CRF പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് നവീകരണം നടക്കുന്നതിനാൽ. കണ്ണൂർ ഇരിക്കൂറിൽ ലഹരിവേട്ട. മാരക മയക്കുമരുന്നുമായി 2 പേർ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. അറസ്റ്റിലായത് പെരുവളത്ത് പറമ്പ് സ്വദേശി അബ്ദുൽ ഹമീദ്, പഴയങ്ങാട് സ്വദേശി അനീസ് എന്നിവർ. കണ്ണൂർ SPC ഏറ്റെടുക്കുന്നതിനെ ചൊല്ലി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേയറും തമ്മിൽ വാക്കേറ്റം. കോടതി ഉത്തരവ് പ്രകാരം SPCയുടെ ചുമതല ഏറ്റെടുത്ത ഓഫീസിന് മുന്നിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നോട്ടീസ് പതിച്ചു. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി നെടുമ്പോയിൽ റോഡിലൂടെയുള്ള ഗതാഗതം ഈ മാസം 22 വരെ നിരോധിച്ചു. തീരുമാനം റോഡ് നവീകരണം നടക്കുന്നതിനാൽ.
നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ നിരീക്ഷകർ ചുമതലയേറ്റു. ജില്ലാ കളക്ടർ ടി വി സുഭാഷുമായി കൂടിക്കാഴ്ച നടത്തി. കണ്ണൂർ ജില്ലയിൽ ജലഗുണനിലവാര പരിശോധനാ ലാബുകളുടെ പ്രവർത്തനം പുരോഗമിക്കുന്നു. പദ്ധതി നടപ്പിലാക്കുന്നത് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ. നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ സന്ദർശനത്തിന് തയ്യാറെടുത്ത് കേരള കേന്ദ്ര സർവകലാശാല. നാക് സന്ദർശനം ഈ വർഷം അവസാനം. കാസർഗോഡ് മഞ്ചേശ്വരത്ത് അധോലോകവുമായി ബന്ധമുള്ള 5 അംഗ സംഘം പിടിയിൽ. ഇവരിൽ നിന്നും റിവോൾവറും ബുള്ളറ്റും ഇരുമ്പ് ദണ്ടും പിടികൂടി. വീണ്ടും 100 ന്യൂസിലേക്ക് എന്റർടൈൻമെന്റ് ന്യൂസ്. പരിസ്ഥിതി സംരക്ഷണ സന്ദേശവുമായി ഗായിക സിതാര കൃഷ്ണകുമാറിന്റെ മ്യൂസിക്കൽ ആൽബം. സിതാരയുടെ ബാൻഡായ പ്രൊജക്ട് മലബാറിക്കസ് ആണ് സംഗീതമൊരുക്കിയിരിക്കുന്നത്. മലയാളത്തിൽ ആദ്യ സൂപ്പർ ഹീറോ ചിത്രം മിന്നൽ മുരളിയുടെ മോഷൻ പോസ്റ്റർ പുറത്തിറക്കി. മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിൽ ചിത്രം പുറത്തിറക്കും. സൂരജ് ടോം സംവിധാനം ചെയ്യുന്ന കൃഷ്ണൻകുട്ടി പെണ തുടങ്ങിയ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തു. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, സാനിയ അയ്യപ്പൻ എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ. റിലയൻസ് ഫൗണ്ടേഷൻ സ്ഥാപകൻ നിത അംബാനിക്ക് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വിസിറ്റിംഗ് പ്രൊഫസറായി നിയമന ഉത്തരവ് ലഭിച്ചെന്ന പ്രചാരണം വ്യാജം. യഥാർത്ഥത്തിൽ ഇത്തരമൊരു നിയമനം നൽകിയിട്ടില്ല. കൊൽക്കത്തയിലെ കോളേജ് സ്ട്രീറ്റ് കോഫി ഹൌസിൽ BJP പ്രവർത്തകരുടെ സംഘർഷത്തിന്റെ പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. യഥാർത്ഥത്തിൽ 2016 പശ്ചിമബംഗാളിലുണ്ടായ സംഘർഷത്തിന്റെ ചിത്രമാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ കിട്ടിയത് മുംബൈയിലെ പ്രമുഖ ബിൽഡേഴ്സിന്റെ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ 5,89 ലക്ഷം രൂപ പിടിച്ചെടുത്തെന്ന് കേന്ദ്രം. കണക്കളിൽ 270 കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തൽ. ചൈനീസ് നിർമ്മിത കോവിഡ് വാക്സിനായ സിനോഫാമിന്റെ 3 ലക്ഷം ഡോസ് വാക്സിൻ കൂടി രാജ്യത്തെത്തിക്കുമെന്ന് ഈജിപ്ത്. ഇതോടെ 3 ഘട്ടമായി 6 ലക്ഷം സിനോഫാം വാക്സിൻ ഡോസുകളാണ് ഈജിപ്തിൽ എത്തിയത്. പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കോവിഡ് സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിച്ചു. ഇമ്രാൻഖാനുമായി സമ്പർക്കത്തിലേർപ്പെട്ടവരും നിരീക്ഷണത്തിൽ. തമിഴ്നാട്ടിൽ മറ്റന്നാൾ മുതൽ 9, 10, 11 ക്ലാസുകൾ അടച്ചിടും. ക്ലാസുകൾ ഓൺലൈനായി നടത്തും. തീരുമാനം കോവിഡ് വ്യാപന സാഹചര്യത്തിൽ. കിഫ്ബി പദ്ധതികളുടെ വിശദാംശങ്ങൾ തേടി ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ കിഫ്ബി നടപ്പാക്കിയ പദ്ധതികളുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ നിർദ്ദേശം. അടുത്ത 100 ന്യൂസ് 5:30 ഇനി ന്യൂസ് ഈവനിംഗുമായി അനുജിയെത്തും. Number 1 Election Channel 24.